എല്ലാവർക്കും ഭൂലോകം ടിവിയിലേക്ക് സുസ്വാഗതം. സമീപകാലത്ത് ഒരു മലയാള സിനിമയ്ക്കും കിട്ടാത്തത്ര പ്രീ റിലീസ് ഹൈപ്പ് ആണ് എമ്പുരാൻ ലഭിക്കുന്നത്. ഇന്ത്യൻ ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിൽ പല റെക്കോർഡുകളും സ്വന്തമാക്കിയാണ് ചിത്രം ബോക്സ് ഓഫീസ് യാത്ര തുടങ്ങിയത്. മാസ് രംഗങ്ങളും ഡയലോഗുകളും നിറഞ്ഞ ട്രെയിലർ ചിത്രം കാണാനുള്ള പ്രതീക്ഷ വാനോളം ഉയർത്തിയിരിക്കുകയാണ്. പിന്നാലെ ട്രെയിലറിനെ ഡീകോഡ് ചെയ്തുള്ള ചർച്ചകളും ആരംഭിച്ചിട്ടുണ്ട്. ട്രെയിലറിൽ മുഖം കാണിക്കാത്ത വില്ലൻ ആരെന്ന ചർച്ചകളും ഉടലെടുത്തിട്ടുണ്ട്. മുഖം മറച്ച് ചുവന്ന ചൈനീസ് ഡ്രാഗണിന്റെ ചിത്രമുള്ള വസ്ത്രമണിഞ്ഞു നിൽക്കുന്ന ആ വ്യക്തി ആരാണ്? ഇത് ഫഹദ് ഫാസിലാണോ അതോ വിദേശതാരമാണോ എന്നൊക്കെയാണ് ആരാധകർ ചോദിക്കുന്നത്. ആ കഥാപാത്രത്തിന്റെ മുഖം മാത്രം കാണിക്കുന്നില്ല. എന്നാൽ ആ ചുവന്ന ഡ്രാഗൺ പതിച്ച ചിഹ്നം അയാളുടെ വസ്ത്രത്തിനു പിന്നിൽ കാണാം. എമ്പുരാനിലെ ഈ കഥാപാത്രമാണ് വില്ലൻ എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ബ്രേക്കിംഗ് ബാഡ് താരം ജോൺ കാർലോ എസ്പോസിറ്റോ ആണ് ചിത്രത്തിൽ വില്ലനായി എത്തുന്നതെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ കുറെ പേർ ആമിർ ഖാൻ എന്നാണ് പറയുന്നത്. ആ ചെവി കണ്ടാലറിയാം ആമിർ തന്നെയെന്ന് ഉറപ്പിക്കുന്നവരാണ് അധികം പേരും. അതേസമയം കൊറിയൻ അമേരിക്കൻ നടൻ റിക് യൂൻ എന്നാണ് ചിലരുടെ കണ്ടെത്തൽ. എന്നാൽ ഇവരാരുമല്ല. ലൂസിഫർ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ അനുജനായെത്തി തകർത്താടിയ ടോവിനോ തോമസ് ആണ് ഈ പിന്നാമ്പുറം തിരിഞ്ഞു നിൽക്കുന്ന വില്ലൻ എന്നാണ് മറ്റു ചിലരുടെ അഭിപ്രായം. 2025 മാർച്ച് 27 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എമ്പുരാൻ എത്തും. എമ്പുരാൻ ലൂസിഫറിന്റെ പ്രീക്വലും സീക്വലുമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. കൂടുതൽ അറിവുകൾക്കും കൗതുകവാർത്തകൾക്കും ഭൂലോകം ടിവി സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നന്ദി, നമസ്കാരം.